ഹായ് ഹലോ വെൽക്കം ടു നേദിയാസ് മാജിക്. ഇന്ന് നമ്മൾ ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും 10 മിനിറ്റിൽ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം അതും പഴം ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം. 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട്. അപ്പോൾ ശർക്കര നമ്മളുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക. ശർക്കര ഉരുകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഒന്ന് നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ 1 കപ്പ് അരിപ്പൊടിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. തേങ്ങയുടെ കളർ ചെറുതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് അരിപ്പൊടി, നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് അതിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അളക്കാൻ ശ്രമിക്കുക. പിന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ 2 സ്പൂൺ റവ, ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് 2 സ്പൂൺ റവയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഉരുകി വന്നിട്ടുണ്ട്. അത് നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം മാവ് വെച്ചിരിക്കുന്നതൊന്നുമില്ല. അപ്പം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഗോതമ്പ് പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പത്തിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തെടുത്തത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. മാവ് ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടി പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ പച്ചവെള്ളം ചേർത്താൽ മതിയല്ല, ചൂടുവെള്ളം ഒന്നും ചേർക്കണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ എല്ലാ വെള്ളവും ഒഴിച്ചാൽ മാവ് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. അത് ഉണ്ണിയപ്പം നന്നായി പൊങ്ങി വരാനാണ് കേട്ടോ നമ്മൾ ഈ ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ മാവ് ഒന്നുകൂടി കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കറക്റ്റ് പരുവത്തിന് ആക്കിയെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായി. നമ്മുടെ മാവിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരിഭവമില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. അപ്പോൾ ഇതിനി നമുക്ക് ഉണ്ണിയപ്പക്കാരയിലേക്ക് ഒഴിച്ച് ഉണ്ണിയപ്പം റെഡിയാക്കാം. ഞാനിവിടെ ഉണ്ണിയപ്പക്കാരയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ എണ്ണ ചൂടാക്കിയത്. അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കാൻ മറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഉണ്ണിയപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു സൈഡ് കുക്കായി കിട്ടും. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം ഒരു സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് പൊക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ മറ്റേ സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിടാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയിരിക്കുന്ന മാവ് കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാം. മാത്രമല്ല പഴം ചേർക്കാത്തത് കൊണ്ട് കുറച്ചുകൂടി ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. എണ്ണ പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒഴിക്കുന്ന എണ്ണ തന്നെ മതി ഫുള്ള് ഉണ്ണിയപ്പം ചെയ്തെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണ് കേട്ടോ. നമ്മൾ തൊടുമ്പം തന്നെ കണ്ടോ താന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഇല്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്